നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമുക്ക് വേണ്ടത്ര അവബോധം ഇല്ലായ്മ എന്ന് പറയും. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ എത്രത്തോളം വാല്യൂ ഉള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയുക ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഏക്കർ ഭൂമി ഉണ്ട് എന്ന് വിചാരിക്കും. ആ ഒരു ഏക്കർ ഭൂമിയെ കാണുന്ന ഒരു മൂല്യം ഉണ്ടാവും. 1,00,000 രൂപയാണ് ആ ഭൂമിയുടെ വില. തൊട്ടടുത്ത് കോർപ്പറേറ്റ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് പ്ലാന്റ് വന്നു എന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും ആ ഒരു സ്ഥലത്തിന്റെ മൂല്യം 1,00,000 രൂപ സെന്റിന് ഇപ്പൊ കിട്ടുമോ? ഇല്ല, തീർച്ചയായിട്ടും കിട്ടില്ല. നിങ്ങൾക്കറിയാം, അത് വേസ്റ്റ് ഇടുന്ന സ്ഥലത്തിന് അടുത്താണ്, അവിടെ താമസയോഗ്യമല്ല, അവിടെ പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് ആളുകൾ പറയും. അങ്ങനെ ജനങ്ങളൊക്കെ കൂടി സമരം ചെയ്ത് ആ ജനവാസയോഗ്യമായിട്ടുള്ള സ്ഥലത്ത് സമരം ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? ആ ഒരു വേസ്റ്റ് പ്ലാന്റിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവിടെ അതിൽ നിന്ന് തുടച്ചു മാറ്റി. ഇപ്പോൾ അവിടെ വേസ്റ്റ് പ്ലാന്റിന് പകരം ഒരു വലിയ മാള് വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 1,00,000 രൂപക്ക് വാങ്ങിയ സ്ഥലം തന്നെ ഇപ്പോൾ എത്ര വില ആയിട്ടുണ്ടാവും? നിങ്ങളൊന്ന് മനസ്സിൽ കണക്കൂട്ടി നോക്കൂ. 1,00,000 സെന്റിന് എന്നുള്ളത് ഇപ്പോൾ 5, 10, 15, 20 ഒക്കെ ആയി മാറിയിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ചുറ്റുഭാഗത്തെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രൊജക്ട്സുകൾ, നമ്മൾ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന പ്രൊജക്റ്റുകൾ നമ്മൾ ഡിസൈൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മൾ ഏത് സാഹചര്യത്തിലാവട്ടെ അതിനനുസരിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ സാഹചര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്.